കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നിധിയുടെയും സുധീഷിന്റെയും വിവാഹം നല്ല ഗംഭീരമായി തന്നെ നടക്കുന്നുണ്ട്. സുഭാഷും എല്ലാവരും കൂടി ചേർന്നുകൊണ്ടായിരിക്കട്ടോ ആ ഒരു വിവാഹം നടത്തുന്നത്. ആദ്യം നിധി കുറേയധികം എതിർപ്പൊക്കെ പറഞ്ഞു നോക്കി. പക്ഷേ ഒടുവിൽ നിധിക്ക് അതിന് സമ്മതിക്കേണ്ടതായിട്ട് വന്നു. ഈ വീട്ടുകാർ ഇത്രയും കാര്യമായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്ന സമയത്താണ് താൻ അവരോടൊപ്പം ചേർന്നില്ല എങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാവില്ലേ എന്നും അവൾക്കും തോന്നി. അതുമാത്രവുമല്ല, സുഭാഷ് ആ സത്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നിധിയും സുധീഷും എങ്ങനെയാണ് വിവാഹം കഴിച്ചത് എന്നുള്ള കാര്യം നിധി തന്നെയാണ് സുഭാഷിനോട് പോയി പറഞ്ഞത്. ഇനിയിപ്പോ അത് ഒളിപ്പിച്ചു വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് നിധി കാര്യങ്ങളൊക്കെ അങ്ങ് തുറന്നു പറയാണ് സുഭാഷിനോട്. നിധിക്ക് എങ്ങനെയെങ്കിലും എവിടെ നിന്നും രക്ഷപ്പെട്ടാൽ മതി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ അറിഞ്ഞപ്പോൾ സുഭാഷ് ശരിക്കും ഭയങ്കര വിഷമത്തിലായി പോയി. കാരണം സുഭാഷിന് അത്രയേറെ പ്രതീക്ഷയായിരുന്നു തന്റെ വിവാഹം നടന്നില്ലെങ്കിലും തന്റെ അനുജന്റെ വിവാഹം നല്ല രീതിയിൽ തന്നെ നടന്നല്ലോ എന്നുള്ളത്. അനുജന്മാർക്കും കുടുംബത്തിനും വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളായിരുന്നു സുഭാഷ്. അപ്പോ പിന്നെ സുഭാഷിന് സന്തോഷമില്ലാതിരിക്കുവോ? ആ സമയത്താണ് ഇങ്ങനൊരു കാര്യം, അതായത് അവർ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചതല്ല എന്ന സത്യം സുഭാഷ് അറിയുന്നത്. അതിന്റെ പേരിൽ സുഭാഷിന് ഭയങ്കര വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ഇതൊക്കെ എങ്ങനെയായി തീരുമെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഇനി ഇവൾ ഇവിടെ നിന്ന് വീട് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാവില്ലേ? പക്ഷേ സുഭാഷിനെ ഒരുപാടധികം ഇഷ്ടമായതുകൊണ്ട് തന്നെ സുനന്ദ ആ കല്യാണത്തിൽ എല്ലാ രീതിയിലും നല്ലതിൽ തന്നെ പങ്കെടുക്കുന്നുണ്ട്. സുഭാഷിനോടൊപ്പം ചേർന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. കയ്യിലൊക്കെ പിടിച്ച് വളരെയധികം സന്തോഷവതിയായിട്ടായിരിക്കും സുനന്ദ. എന്നാൽ ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ടായിരിക്കട്ടെ സുനന്ദയുടെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. ഇത് കണ്ടുകൊണ്ട് തന്നെ അവർക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമല്ല, അവർ സുനന്ദയെ കുറേയധികം ദേഷ്യപ്പെട്ടു. എന്നിട്ട് അവിടെ നിന്നും സുനന്ദയെ വിളിച്ചോണ്ട് പോകുന്നുണ്ട്. എടി, നിനക്കിത് എന്തിന്റെ കേടാടി? നാണമുണ്ടോടി നിനക്ക് ഇവിടെ വന്നിട്ട് ഇവന്റെ കൂടെ ഇങ്ങനെ കയ്യെ പിടിച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാന്? നാണമില്ലാത്തവളെ, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, നീ ഇങ്ങ് വീട്ടിലേക്ക് വാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ സുനന്ദയുടെ അമ്മ അവളെ അവിടെ നിന്നും പിടിച്ചു വലിച്ചു കൊണ്ടുപോകും. അങ്ങനെ സുനന്ദയുടെ അമ്മയും അമ്മാവനൊക്കെ ആ ഒരു കല്യാണത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, ഭാസ്കരന്റെ ചേട്ടൻ. പക്ഷേ അവർ പങ്കെടുക്കാൻ വന്നത് ഈ കല്യാണം നടക്കില്ല എന്ന് ചിന്തിച്ചിട്ടാണ്. എങ്ങനെയെങ്കിലും ഇത് മുടങ്ങിപ്പോവും എന്ന ചിന്തയിൽ അത് കണ്ട് സന്തോഷിക്കാമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടായിരുന്നു അവർ കല്യാണത്തിൽ പങ്കെടുത്തത്. പക്ഷേ കല്യാണമൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞപ്പോഴേക്കും അവരുടെ മട്ടും ഭാവവും ഒക്കെ അങ്ങ് മാറി. എങ്ങനെയെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കാമെന്ന് കരുതി വന്നവർക്ക് കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് തന്നെ നടന്നതിന്റെ വലിയ ദേഷ്യമുണ്ടായിരുന്നു. ഭാസ്കരനാണെങ്കിലോ സുധീഷിന് വേണ്ടിയിട്ട് വലിയൊരു കാര്യം തന്നെ ചെയ്തു. താലിമാല ഭാസ്കരനാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്. അതൊക്കെ കണ്ടപ്പോൾ ഒരു നിമിഷം സുധീഷ് അങ്ങ് ഞെട്ടിപ്പോയി. അവർ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നു ആ ഒരു മാല. പിന്നീട് എല്ലാം കഴിഞ്ഞ് രാത്രിയായപ്പോൾ ഭാസ്കരന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ടതിന് സുധീഷ് വന്ന് കാര്യം തിരക്കുന്നുണ്ട്. സത്യം പറ അച്ഛ, അച്ഛൻ ആ മാല എവിടുന്നാ കൊണ്ടുവന്നത്? അച്ഛൻ ഈ മാല വാങ്ങിക്കാനുള്ള പൈസ എവിടുന്നാ കിട്ടിയത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സുധീഷ് വരും. എടാ, അതൊക്കെ എന്റെ കയ്യിലുണ്ടായിരുന്നു എന്ന് അച്ഛൻ പറഞ്ഞു. സത്യം പറ അച്ഛ, അച്ഛൻ വല്ല മോഷ്ടിക്കുകയോ മറ്റോ ചെയ്തതാണോ എന്ന് സുധീഷ് ചോദിച്ചപ്പോൾ തന്നെ ഒന്ന് പോടാ അവിടുന്ന്. ഞാൻ മോഷ്ടിച്ചതൊന്നുമല്ല. നിന്റെ അമ്മയുടെ താലിമാല ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ മാലയാണിത് എന്ന് പറയാണ്. എന്റെ ദൈവമേ, അമ്മയുടേതോ? ഇനി അങ്ങനെയാണെങ്കിൽ ഇവളെങ്ങാനും ഇനി ഇട്ടിട്ട് പോകുമോ എന്നവൻ ചോദിക്കാണ്. അന്നേരം അവളിപ്പോ പോവോ പോവൂലേ എന്നൊക്കെ നിന്റെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. നീ നന്നായിട്ട് ജീവിക്കുകയാണെങ്കിൽ അവൾ നിന്നെ ഇട്ടിട്ടൊന്നും പോവില്ല. അല്ലെങ്കിൽ ചിലപ്പോ അവൾ ഇട്ടിട്ട് പോവും എന്നൊക്കെ പറഞ്ഞു കൊടുക്കാണ് അച്ഛൻ. എന്തായാലും സുധീഷിന് വേണ്ടി ആ മാല കൊടുത്തതിൽ ഭാസ്കരൻ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. തന്റെ മകന്റെ വിവാഹം എങ്ങനെയെങ്കിലും നടന്നല്ലോ എന്നൊരു ചിന്തയായിരുന്നു അയാൾക്ക്. അന്ന് രാത്രി നിധി മുറിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ സുധീഷിന്റെ അടുത്തേക്ക് സുഭാഷ് വന്നു. സുഭാഷ് വന്നിട്ട് സുധീഷിനോട് നന്നായി തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. എടാ, എന്നാലും നീ ഇത്രക്കൊന്നും വേണ്ടിയിരുന്നില്ല. നീ എന്തൊക്കെ കള്ളത്തരമാടാ ഞങ്ങളോടൊക്കെ പറഞ്ഞത്? അവൾക്ക് നിന്നെ ഇഷ്ടമായിട്ട് നിന്റെ കൂടെ ഇറങ്ങി വന്നതാണല്ലേ നീ ഞങ്ങളോട് പറഞ്ഞത്. എന്നിട്ടിപ്പോ ആ പെൺകുട്ടി പറഞ്ഞതോ ഇങ്ങനെയൊന്നുമല്ലല്ലോ സംഭവിച്ചത് എന്നാണല്ലോ. നീ എന്തിനു വേണ്ടിയിട്ടാടാ ഇങ്ങനെ കള്ളത്തരമൊക്കെ പറയുന്നത്? നീയും അവളും പ്രേമിച്ച് വിവാഹം കഴിച്ചവരാണെന്ന് ഓർത്തിട്ടാ ഞങ്ങൾ ഈ റിസപ്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചത്. അല്ലെങ്കിൽ ഒരിക്കലും ഇത് വെക്കില്ലായിരുന്നു. ഇനിയിപ്പോ നാളെ ആ പെൺകൊച്ചു പോയി കഴിയുമ്പോൾ നാട്ടുകാരോടൊക്കെ നമ്മൾ എന്ത് പറയും? നീ അത് വല്ലതും മനസ്സിലാക്കിയിട്ടുണ്ടോ? നീ എന്നാലും ഇത്രക്കൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല. നീ നിന്റെ ഇഷ്ടം പോലെ നുണ പറയും. പക്ഷേ ഇങ്ങനെ ഒരു നുണ പറഞ്ഞ് അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരേണ്ട കാര്യമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ അധികം ചോദ്യം ചെയ്യാണ്. സുധീഷിന് അന്നേരം ഉത്തരമൊന്നും തന്നെ ഇല്ലായിരുന്നു. ഒടുവിൽ സുധീഷ് പറഞ്ഞു, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി ഏട്ടാ. എനിക്ക് അവളെ രക്ഷിക്കാനായിട്ട് വേറെ മാർഗമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ടാണ് ചേട്ടാ എന്നൊക്കെ പറയാണ് സുധീഷ്. ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ ഒരു അവസ്ഥയിലായിരുന്നു അവര്. എന്നാലും സുഭാഷിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നീട് സുഭാഷ് നിധിയോട് ചെന്ന് താങ്ക്സ് പറയുന്നുണ്ട്. കല്യാണ സമയത്ത് ഇറങ്ങി വരുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും നീ വന്നല്ലോ. എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. നീ ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാടധികം സന്തോഷാണ്. നീ ഇവിടെ നിന്ന് പോവാതിരിക്കുന്നതായിരിക്കും ഞങ്ങൾക്ക് നല്ലത്. പക്ഷേ നിധി അതിന് സമ്മതിച്ചില്ല. നിധി പറഞ്ഞു, എനിക്ക് പോണം ചേട്ടാ, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. അറിയാമല്ലോ, ഞാൻ എൻ്റെ സാഹചര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയതല്ലേ. ഞങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചവരൊന്നുമല്ല.
അങ്ങനെ ഒരു അപ്രതീക്ഷിത സാഹചര്യത്തിൽ സംഭവിച്ചു പോയതാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ എനിക്കൊരു ലക്ഷ്യമുണ്ട്, എനിക്കൊരു സ്വപ്നമുണ്ട്. അത് ഞാൻ നേടിയെടുക്കുക തന്നെ ചെയ്യും. എൻ്റെ വീട്ടുകാരെയൊക്കെ വെറുപ്പിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. എനിക്കത് തെളിയിച്ചു കൊടുക്കണം. ഞാൻ ഒരാളെ സ്നേഹിച്ച് ഒളിച്ചോടി പോയതല്ലെന്ന്. പിന്നെ കൂടുതൽ സുഭാഷ് ഒന്നും തന്നെ പറയാൻ പോയില്ല. പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായി. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നിധിയുടെ അടുത്തേക്ക് സുധീഷ് വന്ന് നന്ദി പറയുന്നുണ്ട്. നീ എന്തായാലും എനിക്ക് വേണ്ടിയിട്ട് ഇത്രയൊക്കെ ചെയ്തു തന്നല്ലോ. ഒരു പക്ഷേ നീ മണ്ഡപത്തിലേക്ക് വരാതിരുന്നുവെങ്കിൽ ആൾക്കാരുടെ മുന്നിൽ വെച്ച്, ക്ഷണിക്കപ്പെട്ടവരുടെ മുന്നിൽ വെച്ചൊക്കെ ഞാനും എൻ്റെ ചേട്ടനും അച്ഛനും അനുജന്മാരും എല്ലാവരും അങ്ങ് നാണം കെട്ട് പോയേനെ. അല്ലെങ്കിലും നാട്ടുകാരെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ കുറ്റപ്പെടുത്തി പറയും, അല്ലെങ്കിലും ഈ കുടുംബത്തിലേക്ക് എവിടുന്ന് പെണ്ണ് വരാനായിട്ടാണ് എന്നൊക്കെ. ഇവിടെ ആർക്കും പെണ്ണൊന്നും കിട്ടത്തില്ല എന്നും പറയും. അപ്പോൾ ആ ഒരു സങ്കടം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങളുടെ മാനത്തെയാണ് നീ രക്ഷിച്ചത്. അതിന് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. ആ സമയം നിധി പറഞ്ഞു, എന്നെ രക്ഷിച്ചതല്ലേ സുധീഷ്, അപ്പോൾ എനിക്ക് ഇത്രയെങ്കിലൊക്കെ ചെയ്തു തരേണ്ടേ, അതുകൊണ്ടാണ്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. നാളെ രാവിലെ തന്നെ എനിക്ക് ഇവിടെ നിന്നും പോകണം. എവിടെയെങ്കിലും ഒരു ഹോസ്റ്റൽ കൊണ്ടുപോയിട്ട് എന്നെ ആക്കണം. ഇത് കേട്ടപ്പോൾ തന്നെ സുധീഷിന് വീണ്ടും ആകെ ടെൻഷനായി. ഇത്രത്തോളം കാര്യങ്ങളൊക്കെ എത്തിച്ചു, പക്ഷേ ഇപ്പോഴും അവൾ ഹോസ്റ്റലിലേക്ക് പോകണം എന്ന് തന്നെയാണല്ലോ പറയുന്നത്. ഒടുവിൽ ശരി എന്നൊക്കെ സമ്മതിച്ചുകൊണ്ട് തന്നെ സുധീഷ് അവിടെ നിന്നും കിടക്കാൻ പോയി. സുധീഷ് അങ്ങനെ തന്റെ അനുജന്മാരോടൊപ്പം ഹാളിലാണ് കിടക്കാൻ പോകുന്നത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നികേഷ് ചോദ്യം ചെയ്യാണ്, കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഭാര്യയുടെ കൂടെയല്ലേ കിടക്കേണ്ടത്? അതെന്താ നീ ഞങ്ങളുടെ കൂടെ തന്നെ വന്ന് കിടക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. സുഭാഷ് വന്നിട്ട് പറഞ്ഞു, നീ കൂടുതൽ ചോദ്യം ചെയ്യാനൊന്നും പോവണ്ട. അവൻ ഇവിടെ കിടന്നോട്ടെ. സുഭാഷിന് അറിയാമല്ലോ കാര്യങ്ങളുടെയൊക്കെ സത്യാവസ്ഥ. ബാക്കി രണ്ട് അനുജന്മാർക്കും അറിയില്ല നിധിയും സുധീഷും തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. അവർ സ്നേഹിച്ചല്ല വിവാഹം കഴിച്ചത് എന്ന കാര്യം സുഭാഷിന് മാത്രമേ അറിയുള്ളൂ. സുഭാഷ് പറഞ്ഞു, തൽക്കാലത്തേക്ക് എന്റെ അനുജന്മാര് ഇതൊന്നും അറിയണ്ട. അവർ ഭയങ്കര സന്തോഷത്തിലാണ്. ഇതൊക്കെ അറിഞ്ഞ അവർക്ക് സഹിക്കാൻ പറ്റില്ല എന്ന്. സുഭാഷ് ചീത്ത പറഞ്ഞു കഴിഞ്ഞപ്പോൾ നികേഷ് പിന്നെ ഒന്നും തന്നെ മിണ്ടിയില്ല. സുധീഷ് അവരുടെ കൂടെ തന്നെ കിടക്കുകയാണ്. അങ്ങനെ അവർ നാലുപേരും അവിടെ തന്നെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ സുഭാഷ് വെള്ളമൊക്കെ എടുക്കാനായിട്ട് പാത്രം എടുത്തു വരുമ്പോഴാണ് ആ ഒരു കാഴ്ച കാണുന്നത്. നിധി മുറിയിൽ നിന്നും ഇറങ്ങി വന്നിരിക്കുന്നു. ബാത്റൂമിലേക്ക് കുളിക്കാൻ പോവാൻ വരികയാണ്. നിധി വന്നതോടുകൂടി തന്നെ അവിടെ അങ്ങ് സ്തംഭിച്ച് നിൽക്കുകയാണ്. ഒരു നിമിഷത്തേക്ക് സുഭാഷ് ഓർത്തു, ഇതെന്താ ഇവൾ ഇങ്ങനെ നിൽക്കുന്നത്? പിന്നെയാണ് സുഭാഷ് ആ ഒരു കാഴ്ച കാണുന്നത്. ചേട്ടനും അനുജന്മാരും എല്ലാവരും കൂടി അവിടെ കിടക്കുകയാണ്. ഒരുത്തനാണെങ്കിൽ മുണ്ട് പറിച്ചു പുതച്ചുകൊണ്ടാണ് കിടക്കുന്നത്. ആ ഒരു കോലത്തിലാണ് അവിടെ കിടക്കുന്നത്. അത് കണ്ടിട്ട് നിധിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. വല്ലാത്ത ടെൻഷനോടുകൂടി നിൽക്കുകയാണ് നിധി. അപ്പോഴേക്കും സുഭാഷ് അങ്ങോട്ടേക്ക് ഓടി വന്നു. പുതപ്പെടുത്ത് മൂടടാ, ഇവരുടെ ഒരു കിടപ്പ് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നിധിയോട് പറഞ്ഞു. അതെ നിധി, അങ്ങോട്ടേക്ക് പോയിക്കോളൂ. നിധി അങ്ങനെ അവരുടെ കാലൊന്നും ചവിട്ടാതെ തന്നെ വളരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ബാത്റൂമിലേക്ക് പോയത്. ഹാളിലാണല്ലോ എല്ലാവരും കൂടെ ഇങ്ങനെ നിരന്ന് കിടക്കുന്നത്. കുറച്ച് കഴിഞ്ഞ് നിധി കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ സുഭാഷ് ചായയൊക്കെ കൊടുത്തു. ചായ കുടിക്കാൻ പറഞ്ഞിട്ട് നിധിയോട് പറഞ്ഞു, ഞാൻ ഇവിടുന്ന് നിങ്ങൾ പോകണമെന്ന് ഒരിക്കലും പറയില്ല. ഇവിടെ തന്നെ നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. സുധീഷിന്റെ പെണ്ണായിട്ടാണ് എല്ലാവരും നിന്നെ കാണുന്നത്. നീ പോയി കഴിഞ്ഞാൽ നാട്ടുകാരോട് എനിക്ക് പലതും മറുപടി പറയേണ്ടി വരും. അപ്പോഴേക്കും നിധി പറഞ്ഞു, ചേട്ടാ ഇങ്ങനെയൊന്നും എന്നോട് പറയരുത്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ശരി, ഞാൻ നിർബന്ധിച്ച് പിടിച്ചു നിർത്തുന്നില്ല. നിന്റെ ഇഷ്ടം പോലെ തന്നെ എല്ലാം നടക്കട്ടെ. എന്തായാലും ഇന്നലെ ചെയ്ത ഉപകാരത്തിന് ഒത്തിരി നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് സുഭാഷ് അവിടെ നിന്നും പോയി. ആ സമയത്താണ് സുധീഷ് ഉറക്കമെഴുന്നേറ്റ് അങ്ങോട്ടേക്ക് വരുന്നത്. അവൻ എഴുന്നേറ്റ് ഉടനെ നിധിയുടെ മുറിയിലേക്ക് നോക്കി. അവിടെ നിധിയെ കാണാനില്ല. അവൾ ഇനി രാവിലെ തന്നെ എഴുന്നേറ്റ് പോയോ എൻ്റെ ഭഗവാനെ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് നിധി തുണിയുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് കാണുന്നത്. ആ സമയത്ത് സുധീഷ് ചോദിച്ചു, ഓ നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ആകെ പേടിച്ചു പോയി. എന്തിന്? നിധി ചോദിച്ചു. മുറിയിൽ കാണാതായപ്പോ പേടിച്ചു പോയതാണ്. നിധിക്ക് നല്ല സങ്കടവും ടെൻഷനും ഉണ്ടായിരുന്നു. നിധി പറഞ്ഞു, സുധീഷേ എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്നും പോവണം. പോവാനോ? എങ്ങോട്ടേക്ക്? എനിക്ക് പോയാൽ മതി. ഞാൻ ഹോസ്റ്റലിന്റെ കാര്യം പറഞ്ഞില്ലേ, എന്നെ അവിടെ നീ കൊണ്ടുപോയി ആക്കണം. എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. ഇത് കേട്ടപ്പോൾ സുധീഷ് പറഞ്ഞു, ഹോസ്റ്റലിലേക്ക് ഇപ്പൊ തന്നെ പോകണോ? നമുക്ക് ഇന്ന് വേണമെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് എൻജോയ് ചെയ്തിട്ട് പോയാൽ പോരെ? ഇവിടുത്തെ ബീച്ചിലേക്കൊക്കെ പോവാം. അത് കേട്ടപ്പോൾ നിധിക്ക് ഭയങ്കര അങ്ങ് ദേഷ്യം വന്നു. ഇതെന്താ, നമ്മൾ ഹണിമൂൺ ട്രിപ്പിന് പോവാണോ? സുധീഷിന്റെ തലക്കെന്താ ബോധമില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് നിധി ദേഷ്യപ്പെട്ടു. അല്ല, അത് പിന്നെ കൂടുതലൊന്നും പറയണ്ട, പെട്ടെന്ന് റെഡിയായിട്ട് വാ എന്ന് പറയാണ് നിധി. സുധീഷ് പോയപ്പോൾ നിധിക്ക് ആകപ്പാടെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. അപ്പോഴാണ് ഭാസ്കരൻ എഴുന്നേറ്റ് വരുന്നത് കണ്ടത്. അയാൾ പുറത്ത് തിണ്ണയിൽ കിടന്നുറങ്ങുകയായിരുന്നു. നിധി അയാളെ തന്നെ നോക്കി നിൽക്കുകയാണ്. അയാൾ എഴുന്നേറ്റ് വന്ന് ബക്കറ്റിലെ വെള്ളം എടുത്ത് വായ കഴുകി. തുപ്പുന്ന കാഴ്ച കണ്ടപ്പോൾ തന്നെ നിധിക്ക് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. ഛർദ്ദിക്കാൻ വരുന്ന പോലെ തോന്നി അവൾക്ക്. അയാളുടെ ഓരോ പ്രവൃത്തികളും കണ്ടപ്പോൾ, ദൈവമേ, ഇങ്ങനൊരു വീട്ടിലേക്കാണല്ലോ താൻ വന്നത് എന്ന് നിധി ഒരു നിമിഷം ആലോചിച്ചു. സഹിക്കാനാവാതെ വേറെ വഴിയില്ല, എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്നും പോകണമെന്ന് അവൾ മനസ്സിലുറപ്പിച്ചു.
അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞ് നിധിയെയും കൂട്ടിക്കൊണ്ട് തന്നെ സുധീഷ് ഹോസ്റ്റൽ അന്വേഷിച്ചു പോയി. ആദ്യം ഹോസ്റ്റലിൽ ചെന്ന് റൂമിനെ കുറിച്ച് ചോദിച്ചു. അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, പഠിക്കുവാണോ അതോ ജോലിക്ക് നോക്കുകയാണോ എന്നൊക്കെ ചോദിക്കും. പഠനം കഴിഞ്ഞു എന്ന് നിധി പറഞ്ഞു. ഇനി ജോലിക്ക് ശ്രമിക്കണം, അതുകൊണ്ട് ഇവിടെ നിൽക്കാമെന്നും കരുതി. അവർ ഒരു ഫോം കൊടുത്തിട്ട് ഫിൽ ചെയ്യാൻ പറഞ്ഞു. ഫോമൊക്കെ ഫിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ ID കാർഡ് ചോദിച്ചു. ആധാർ കാർഡോ മറ്റോ വേണമെന്നും അവർ പറഞ്ഞു. ഇതൊന്നും എന്നാൽ നിധിയുടെ കയ്യിലില്ലല്ലോ. ആ സമയം സുധീഷ് ഓർത്തു, തന്റെ ഫോണിൽ അവളുടെ ആധാർ കാർഡിന്റെ ഫോട്ടോ ഉണ്ടോന്ന്. അത് എത്രയും പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ചെയ്യണം എന്നവൾ കരുതി. ഇല്ലെങ്കിൽ അത് കൊടുത്ത് ഇവൾ ഇവിടെ നിൽക്കും. സുധീഷ് വേഗം തന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ID പ്രൂഫ് ഇല്ലാതെ ഒരിക്കലും റൂം തരാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞു. മാഡം ഫോണിലുണ്ടെങ്കിലും കാണിച്ചാൽ മതിയോ എന്ന് നിധി ചോദിച്ചപ്പോൾ അത് മതിയെന്ന് പറയും. പക്ഷേ നിധിയുടെ ഫോൺ നഷ്ടപ്പെട്ടതാണല്ലോ. അവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ സുധീഷിന് സന്തോഷമായി. പിന്നെ അടുത്ത ഹോസ്റ്റലുകളിൽ ചെന്നപ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ്. ID പ്രൂഫ് ഇല്ലാതെ എവിടെയും റൂം കിട്ടില്ല. സുധീഷിന് ഇതൊക്കെ കേട്ടപ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ സന്തോഷം തോന്നി. എന്നാൽ നിധി ഭയങ്കര ടെൻഷനിലായിരുന്നു. ഈ സമയം സുഭാഷ് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ സുഭാഷിന് ജോലിയൊന്നും തന്നെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. വീട്ടിലെ കാര്യങ്ങളും നിധിയുടെയും സുധീഷിന്റെയും പ്രശ്നങ്ങളുമായിരുന്നു അവന്റെ മനസ്സിൽ. എത്ര പ്രതീക്ഷയോടെയാണ് ആ കല്യാണത്തിന് ഒരുങ്ങിയത്, എന്നിട്ടൊടുവിൽ ഇങ്ങനെയായി പോയല്ലോ എന്ന് അവൾ ചിന്തിച്ചു. നാളെ തൊട്ട് നാട്ടുകാരോട് എന്തു മറുപടി പറയും? ഗംഭീരമായ റിസപ്ഷൻ നടത്തിയിട്ട് പിറ്റേന്ന് തന്നെ പെണ്ണ് വീട് വിട്ടു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരൊക്കെ മൂക്കത്ത് വിരൽ വെക്കും. സുഭാഷിന് വലിയ ടെൻഷനായിരുന്നു. അവൻ കൂടെയുള്ള ജോലിക്കാരോടൊക്കെ ദേഷ്യപ്പെട്ടു. വൈകുന്നേരം വീട്ടിലേക്ക് വന്നപ്പോൾ പന്തലൊക്കെ അഴിച്ചു വെക്കുന്നുണ്ടായിരുന്നു. നികേഷും കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഭാസ്കരന്റെ ചേട്ടനും പെങ്ങളും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. സുനന്ദയും സുനന്ദയുടെ അമ്മയുമൊക്കെ പ്രശ്നമുണ്ടാക്കാൻ വന്നതാണ്. എടാ, നീയൊക്കെ എന്ത് പരിപാടിയാണ് ഈ കാണിക്കുന്നത്? ആരോട് ചോദിച്ചിട്ടാ നിങ്ങൾ ഇവിടെ പന്തലിട്ടത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ഇത് കേസിൽ കിടക്കുന്ന സ്ഥലമാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവർ ബഹളം വെച്ചു. ഭാസ്കരൻ പറഞ്ഞത് കേൾക്കാതെ തന്നെ അവർ തർക്കിച്ചു നിന്നു. സുഭാഷ് വന്ന് ക്ഷമിക്കണം എന്ന് പറഞ്ഞെങ്കിലും ഹരീഷ് ചോദിച്ചു, ഇന്നലെ രണ്ടുപേരും മൂക്കുമുട്ടം കഴിച്ചിട്ട് പോയപ്പോൾ ഇതൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ലേ? കല്യാണം മുടങ്ങുന്നത് കാണാനായിരിക്കില്ലേ നിങ്ങൾ വന്നത് എന്നൊക്കെ പറയാണ് നികേഷ്. പ്രശ്നമൊന്നും നടക്കാതെ ഗംഭീരമായി നടന്നതിന്റെ കലിപ്പിലാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി. സുനന്ദയുടെ അമ്മയും സഹോദരൻ ഗംഗാധരനും ചേർന്ന് കൊടുത്തിട്ട് അവിടെ നിന്ന് അവരെ വെല്ലുവിളിച്ചു. പോലീസ് കേസാക്കുമെന്ന് പറഞ്ഞപ്പോൾ ഭാസ്കരൻ അയാളെ പിടിച്ച് ഒരൊറ്റ തള്ളായിരുന്നു. ഗംഗാധരൻ നേരെ താഴേക്ക് വീണ് നെറ്റി പൊട്ടി ചോര വന്നു. അയ്യോ, ഇവൻ എന്നെ കൊല്ലുന്നേ എന്നൊക്കെ അയാൾ നിലവിളിച്ചു. സുനന്ദയുടെ അമ്മ അയാളെ താങ്ങി എഴുന്നേൽപ്പിച്ച് അവിടെ നിന്നും പോയി. എടാ, നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ടാണ് അവരവിടെ നിന്നും പോയത്. ഇതേ സമയത്ത് തന്നെ ഹോസ്റ്റലിലേക്കുള്ള വഴി ഇറങ്ങിയിട്ടും ഒരിടത്തും റൂം ശരിയായില്ല. നിധി വല്ലാത്ത വിഷമത്തിലായിരുന്നു. ഒടുവിൽ നിധി പറഞ്ഞു, എവിടെയെങ്കിലും പോയിട്ട് ഗസ്റ്റായിട്ട് നിൽക്കാം. അങ്ങനെ ഒരിടത്ത് അന്വേഷിച്ചു ചെന്നപ്പോഴേക്കും അവിടെയും പ്രൂഫ് ചോദിച്ചു. ആ പ്രതീക്ഷയും അങ്ങ് ഇല്ലാതായി. ഒടുവിൽ നിധി തന്റെ കയ്യിലുണ്ടായിരുന്ന വള ഊരിയെടുത്തു. ഇത് കൊണ്ടുപോയി പണയം വെക്കാം, പൈസ വേണ്ടേ എനിക്ക് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യണമെങ്കിൽ എന്ന് അവൾ ചോദിച്ചു. സുധീഷിന് അത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. അവൾ ആ വള പണയം വെച്ചിട്ട് 75,000 രൂപ വാങ്ങി. അതിൽ നിന്നും 25,000 രൂപ എടുത്ത് സുധീഷിന് കൊടുത്തു. ഇത് വെച്ചോ, ഞാൻ കാരണം നിനക്ക് കുറേ അധികം പൈസ ചെലവായതല്ലേ എന്നും പറഞ്ഞ് സുധീഷ് അത് വേണ്ടെന്ന് പറഞ്ഞുവെങ്കിലും അവൾ നിർബന്ധിച്ചു കൊടുത്തിനെ അത് സുധീഷിന് നൽകി. കുറെ സമയം അലഞ്ഞു നടന്നിട്ടും ഒരിടത്തും താമസിക്കാൻ ഇടം കിട്ടിയില്ല. ഒടുവിൽ സുധീഷ് പറഞ്ഞു, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? നമുക്ക് വീട്ടിലേക്ക് തന്നെ തിരികെ പോവാമെന്ന് പറയും. ജോലി കിട്ടുമ്പോൾ അവിടെ നിന്ന് മാറി താമസിച്ചാൽ പോരെ എന്ന് പറയാണ്. അങ്ങനെ മറ്റൊരു വഴിയുമില്ലാത്തത് കൊണ്ട് തന്നെ നിധിയെ വിളിച്ചുകൊണ്ട് തന്നെ സുധീഷ് വീണ്ടും വീട്ടിലേക്ക് തന്നെ തിരികെ വന്നു. പക്ഷേ വിളിച്ചു വന്നാലും പ്രശ്നങ്ങളൊന്നും തീരുന്നില്ലല്ലോ. വീണ്ടും പല പല പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിധിയും സുധീഷും തിരികെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ മുറ്റത്തൊരു ശ്മശാന മൂകതയായിരുന്നു. ഗംഗാധരന്റെ നെറ്റി പൊട്ടിയതും പോലീസ് കേസിന്റെ ഭീഷണിയും സുഭാഷിനെ ആകെ തളർത്തിയിട്ടുണ്ടായിരുന്നു. നിധി അകത്തേക്ക് വന്നതും സുനന്ദയുടെ അമ്മ കലിപ്പിലുള്ള കണ്ണോടുകൂടെ തന്നെ അവളെ നോക്കി. ഇവൾ ഇവിടെ സ്ഥിരമായിട്ട് കൂടാൻ തന്നെയാണോ ഭാവം എന്നുള്ള ചോദ്യങ്ങൾ അന്തരീക്ഷത്തിൽ ഉയരുന്നുണ്ടായിരുന്നു. ഹോസ്റ്റലൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ തൽക്കാലം അവിടെ നിൽക്കാൻ നിധി തീരുമാനിക്കുന്നുണ്ട് എങ്കിലും സുഭാഷിന്റെ വീട്ടിലെ അടുക്കള കാര്യങ്ങൾ അവൾ സജീവമാവാൻ തുടങ്ങി. സുഭാഷിന്റെ അനുജന്മാരായ ഹരീഷിനും നികേഷിനും നിധിയോട് വലിയ ബഹുമാനമായിരുന്നു. അവർ അവളെ ഏട്ടത്തിയമ്മ എന്ന് വിളിക്കാനും തുടങ്ങി. നിധിക്ക് ഉള്ളിൽ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. അവരോടുള്ള സ്നേഹം കാരണം അവൾ അത് തിരുത്തിയില്ല. നെറ്റി പൊട്ടിയ ഗംഗാധരൻ ഏതായാലും വെറുതെ ഇരിക്കില്ല. അയാൾ പോലീസിനെ കൂട്ടിയിട്ട് വീട്ടിലെത്തുകയും സുഭാഷിനെ അവർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ നിധി ഇടപെടുന്നുണ്ട്. തന്റെ അച്ഛന് ഉന്നത ബന്ധങ്ങളുണ്ട് എന്നും നിയമപരമായ അറിവും ഉപയോഗിച്ച് അവൾ പോലീസിനെ നേരിടും. ഗംഗാധരൻ അവിടെ അതിക്രമിച്ച് കയറിയതാണെന്ന് തെളിവുകൾ സഹിതം തന്നെ അവൾ വാദിക്കുമ്പോൾ പോലീസുകാർക്ക് പോലും പിന്തിരിയേണ്ടി വന്നു. ഇത് സുഭാഷിന്റെ കണ്ണിൽ നിധിയോടുള്ള ബഹുമാനം വർദ്ധിപ്പിച്ചു. അലസനായി നടന്നിരുന്ന സുധീഷ് നിധിയെ പ്രീതിപ്പെടുത്താനായി ഒരു ജോലി കണ്ടെത്താൻ ശ്രമിക്കുകയും നിധി അവനെ പഠിക്കാനും ഗൗരവമായി ജീവിതത്തെ കാണാനും പ്രേരിപ്പിക്കുകയും ചെയ്തു.
ഇരുവരുടെയും ഇടയിൽ ചെറിയ പിണക്കങ്ങളും ഇണക്കങ്ങളും നടക്കുമ്പോൾ സുനന്ദക്ക് അത് വല്ലാത്ത അസൂയയുണ്ടാക്കി. സുനന്ദയും അമ്മയും ചേർന്ന് നിധിയെ വീട്ടിൽ നിന്നും ഇറക്കിവിടാൻ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞു. നിധി ഒളിച്ചോടി വന്നതല്ലെന്ന് അവളുടെ വീട്ടുകാർ തിരിച്ചറിയുന്ന ഒരു സാഹചര്യം വരും. അവളുടെ അച്ഛൻ വീട്ടിലേക്ക് വരികയും നിധിയെ ബലമായി കൊണ്ടുപോവാൻ ശ്രമിക്കുകയും ചെയ്യും. ആ സമയത്ത് സുധീഷ് നിധിയെ തടയുന്നുണ്ടോ അതോ ഇനി എങ്ങനെയായിരിക്കും സുധീഷ് പ്രതികരിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.